ഇന്ന് നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനായിട്ടാണ് ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. എൻ്റെ ഈ ഔട്ട്ഫിറ്റ് ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോൾ ഇടാൻ പറ്റിയതല്ലെങ്കിലും എനിക്കെന്തോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മാരേജ് ആര്യാന്ന് പറഞ്ഞില്ലല്ലോ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മാരേജ് ആട്ടോ. തലേ ദിവസം ഞാൻ അമ്മയും പോയി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ മെല്ലെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം നമ്മൾ അവിടെ ഇരുന്നുണ്ടായിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകാന്നുള്ളത്. പോകുമ്പോൾ കൈ വീശി പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഒരു പാമ്പിനെ അവൻ ആൾക്കാരെ പേടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കൊടുന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഹെലികോപ്റ്റർ പോലത്തെ സംഭവം നമ്മൾ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ജെംസ് പോലത്തെ മിഠായിയൊക്കെ ആയിരുന്നു. ചെന്നപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം ചെന്നിട്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു കുട്ടിക്കുരിപ്പ് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ മുട്ടക്കുട്ടി വേറെ ആരല്ലോ മേമയുടെ ഇളയ മോനാണ്. മാത്രമല്ല അമ്മയുടെ വീട്ടിൽ ഏറ്റവും ചെറുതുവനാട്ടോ. ഇവനാണെങ്കിൽ തീരെ കുറുമ്പില്ലാത്തതുകൊണ്ട് അടിയും ചീത്തയും തീരെ കേൾക്കാറേ ഇല്ല. ആ മുഖത്തുള്ള രണ്ട് ചുമന്ന വര കണ്ട അതും കുറുമ്പൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ അവന്റെ ചേച്ചി സമ്മാനം കൊടുത്താട്ടോ. അമ്മയുടെ അനിയത്തി, അതായത് എന്റെ മേമ ഒരു ബ്യൂട്ടീഷ്യൻ ആട്ടോ. അപ്പൊ പുള്ളിക്കാരി മുകളിൽ കടടാളെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഇപ്പൊ നമ്മളെല്ലാവരും കൂടി അത് കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. ഇവന് രണ്ട് ചേച്ചിമാരായിട്ടുള്ളത്. എന്റെ ബാക്കിൽ നിൽക്കുന്ന ഈ രണ്ട് കുരുപ്പോളാണ് അവര്. ഒരാളെ 10th ഒരാൾ +2 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. രണ്ടാളി റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശരി കേട്ടോ, ബൈ.